ഹലോ നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് CDACയുടെ വേക്കൻസിയാണ്. സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഫോർ അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ്. സെൻട്രൽ ഗവൺമെന്റിന്റെ വേക്കൻസിയാണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ വേക്കൻസിയാണ്. തിരുവനന്തപുരത്തും ഈ വേക്കൻസി ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ തിരുവനന്തപുരത്ത് കൂടാതെ നിങ്ങൾക്ക് ബാംഗ്ലൂർ വേക്കൻസി ഉണ്ട്. ഇവിടെ നമുക്ക് കാണാം. ഇവിടെ നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ വരുന്നുണ്ട്. ബാംഗ്ലൂരുണ്ട്, ചെന്നൈ ഉണ്ട്, ഡൽഹി ഉണ്ട്, ഹൈദരാബാദ് ഉണ്ട്, കൽക്കട്ടയുണ്ട്, മൊഹാലി, മുംബൈ, നോയിഡ, പൂനെ, തിരുവനന്തപുരം. ലാസ്റ്റ് നമ്മുടെ തിരുവനന്തപുരം വരുന്നുണ്ട്. അപ്പം ഇതെല്ലാം ഈ തിരുവനന്തപുരത്തെ വേക്കൻസി റിലീസ് ഡേറ്റ്, അതായത് ഇത് പബ്ലിഷ് ആയത് ഫെബ്രുവരി 1-ാം തീയതി, ഈ മാസം 1-ാം തീയതിയാണ്. പുതിയ വേക്കൻസിയാണ്. നിങ്ങൾക്ക് ഇതിനകത്തൊരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇതിനകത്ത് ഫീസ് ഇല്ല, എക്സാം ഇല്ല. ഡയറക്റ്റ് നിങ്ങളുടെ CV കണ്ടിട്ട് നിങ്ങളൊരു ഇന്റർവ്യൂ ഉണ്ട്. അത് നിങ്ങൾക്ക് വേറെ എങ്ങും പോകണ്ട. നിങ്ങളുടെ കേരളത്തിലുള്ള കാൻഡിഡേറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ ആയിരിക്കും അതിന്റെ ആ ഇന്റർവ്യൂ സെന്റർ. അവിടെ പോയി ഇന്റർവ്യൂ കൊടുക്കുക. നിങ്ങൾ സെലക്ട് ആകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ നല്ലൊരു വേക്കൻസിയാണ്. അതുകൊണ്ട് ഉപേക്ഷ വിചാരിക്കരുത്. വളരെ നല്ല വേക്കൻസി എന്നുള്ള വളരെ നല്ല വേക്കൻസിയാണ്. നമുക്കതിന്റെ ആ ഒരു കാര്യത്തിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങൾ എന്റെ ചാനലിൽ ആദ്യമാണെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഹൈപ്പോ അല്ലെങ്കിൽ ലൈക്കോ ചെയ്ത് എനിക്ക് സപ്പോർട്ട് ചെയ്യണം. CDAC റിക്രൂട്ട്മെന്റ് 2026 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഞാൻ പറഞ്ഞ് ഇത് ഈ ഫെബ്രുവരിയിലാണ് ഇത് പബ്ലിഷ് ആയത്. ഈ ഒരു നോട്ടിഫിക്കേഷൻ എനിക്ക് വന്ന ഇന്നലെയാണ്. കേരളത്തിലെ നമ്മുടെ തിരുവനന്തപുരത്തുള്ള വേക്കൻസി നമുക്ക് 1-ാം തീയതിയാണ്. അത് ചെന്നൈയിലുള്ള 31-ാം തീയതിയാണ്. അങ്ങനെ പല ഡേറ്റിലാണ് ഇവർ പല ലൊക്കേഷനിൽ ഇവർ പബ്ലിഷ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ഇത് ആരും കൈവിട്ട് കളയരുത്. നിങ്ങൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യണം. ഇതിനകത്ത് നിങ്ങൾക്ക് ഫീസ് ഇല്ല, നിങ്ങൾക്ക് എക്സാം ഇല്ല. പിന്നെ നിങ്ങൾ ഒരു കാര്യം ഞാൻ പറഞ്ഞു കൊള്ളട്ടെ, നിങ്ങൾക്ക് ഫീസും എക്സാമും ഇല്ലാതെ വരുന്ന ഏത് വേക്കൻസി നിങ്ങൾ അപ്ലൈ ചെയ്യണം. ബൈ ചാൻസ് നമുക്ക് കിട്ടിയാലോ, ഇനി നമുക്ക് ഒരു പക്ഷേ നമുക്ക് ക്വാളിഫിക്കേഷൻ ചിലപ്പോൾ ഒരു വർഷത്തെ ഏജിൽ ഒരു വർഷത്തെ കുറവോ കൂടുതലോ കാണും. ചിലപ്പോൾ ആ ക്വാളിഫിക്കേഷൻ അനുസരിച്ച്, പക്ഷെ ബൈ ചാൻസ് നമ്മുടെ ലക്ക് അനുസരിച്ചിരിക്കും. അതുകൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കരുത്, അപ്ലൈ ചെയ്യണം. ഡയറക്റ്റ് സെലക്ഷൻ ആണ്. നിങ്ങൾക്ക് ഇന്റർവ്യൂ മാത്രമേ ഉള്ളൂ. പ്രഷറിനും ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും, എക്സ്പീരിയൻസിനും അപ്ലൈ ചെയ്യാൻ. നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് വേക്കൻസി ഉണ്ട്, ചെന്നൈയിലുണ്ട്, ബാംഗ്ലൂരുണ്ട്, ഹൈദരാബാദ് ഉണ്ട്, ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. ഞാനത് കാണിച്ച് നമുക്ക് ഡയറക്റ്റ് നോട്ടിഫിക്കേഷനിലേക്ക് പോകാം. ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ സമയം കളയുന്നില്ല. നോട്ടിഫിക്കേഷനിൽ പോയി നമുക്ക് നോക്കാം എന്താണ് അവിടെ പറയുന്നത്. തിരുവനന്തപുരത്ത് വരുമ്പോഴത്തേക്ക് CDAC തിരുവനന്തപുരം ഇൻവൈറ്റ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോർ വേരിയസ് കോൺട്രാക്ടൽ പൊസിഷനാണ്. നിങ്ങൾക്ക് 3 വർഷത്തെ കോൺട്രാക്ട് ആണ്. നിങ്ങൾ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊവിഷൻ പീരീഡ്. നിങ്ങൾക്ക് റെഗുലർ ആയിട്ട്, അതായത് പെർമനന്റ് ജോബ് കിട്ടിയാലും നിങ്ങൾക്കത് പ്രൊവിഷൻ പീരീഡ് ഉണ്ട്. ആ പ്രൊവിഷൻ പീരീഡിൽ ഏത് സമയത്തും അവർക്ക് നിങ്ങളെ പിരിച്ചുവിടാം. അപ്പൊ ഈ കോൺട്രാക്ട് 3 വർഷത്തെ എന്ന് പറഞ്ഞാൽ കോൺട്രാക്ടൽ പീരീഡ് ആണ്. അത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ നോട്ടിഫിക്കേഷൻ നിങ്ങളെ കാണിക്കാം. അവർക്ക് നിങ്ങളുടെ വർക്ക് സാറ്റിസ്ഫാക്ഷൻ ആകുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അവർ എക്സ്റ്റെൻഡ് ചെയ്യും. പെർമനന്റ് ആക്കുന്ന കാര്യത്തെ പറ്റി പറയുന്നില്ല. പക്ഷേ നിങ്ങൾ അത് പേടിക്കേണ്ട. 3 വർഷം കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ജോബ് പോകുന്നത് അവർ എക്സ്റ്റെൻഡ് ചെയ്യും. ഈ തിരുവനന്തപുരത്ത് എന്നുള്ള ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ടൈറ്റിലിന്റെ താഴെ വരുന്ന ഈ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് താഴോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ പറയുന്നുണ്ട് CADC തിരുവനന്തപുരം ഇൻവൈറ്റ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോർ വേരിയസ് കോൺട്രാക്ടൽ പൊസിഷൻ ആണ്. വേരിയസ് പൊസിഷൻ ഉണ്ട്. അതാണ് നമ്മൾ നോക്കേണ്ടത്. ഇവരുടെ ഈ നമ്പർ തന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് താഴോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഓരോ പോസ്റ്റ് നിങ്ങൾക്ക് കിട്ടും. പ്രോജക്ട് അസിസ്റ്റന്റിന്റെ പോസ്റ്റ് ഉണ്ട്. നമ്പർ ഓഫ് പോസ്റ്റ് 1 ലൊക്കേഷൻ തിരുവനന്തപുരം തന്നെയാണ് ഇവർ പറയുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രോജക്ട് അസിസ്റ്റന്റ് 2 ഉണ്ട്. അതും ഒരു പോസ്റ്റാണ് തിരുവനന്തപുരത്ത്. പ്രോജക്ട് അസോസിയേറ്റ് എക്സ്പീരിയൻസ്ഡ് നിങ്ങൾക്ക് ഇവിടെ ഈ രണ്ടിനും, അതായത് പ്രോജക്ട് അസിസ്റ്റന്റ് നിങ്ങൾക്ക് 1 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. പ്രോജക്ട് അസിസ്റ്റന്റ് 2 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഈ 2 വർഷത്തെ, അതാണ് ഈ രണ്ടായിട്ട് കാണിക്കുന്നത്. 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാം. അതുപോലെ തന്നെ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരെ അപേക്ഷിക്കാം. പ്രോജക്ട് അസോസിയേറ്റ് എക്സ്പീരിയൻസ്ഡ് 1 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. ഇത് 3 വേക്കൻസി ഉണ്ട്, തിരുവനന്തപുരത്താണ്. പ്രോജക്ട് എഞ്ചിനീയറിംഗ് വേക്കൻസി ഉണ്ട്. 1 വർഷത്തെ എക്സ്പീരിയൻസ് വരുന്നത് നിങ്ങൾക്ക് 5 വേക്കൻസി ഉണ്ട്. ഇനി വരുന്നത് ഇത് ഇടയ്ക്ക് തെറ്റായിട്ട് ഇതിനകത്ത് കാണിക്കുന്നത് പ്രോജക്ട് എക്സ്പീരിയൻസിൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. 2 വേക്കൻസി ഉണ്ട്. ഭോപ്പാൽ, ജബൽപൂരിലാണ് ഇത് കാണിക്കുന്നത്. ഇത് നമ്മളുമായിട്ട് ബന്ധമില്ല. പ്രോജക്ട് എഞ്ചിനീയർ പ്രഷർ ഇവിടെ പറയുന്നുണ്ട്. പ്രഷർ തൊട്ട് ഞാൻ ഇതിനകത്തും പ്രഷർ ഉണ്ട്, നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ. പ്രോജക്ട് എഞ്ചിനീയർ പ്രഷറിന്റെ വേക്കൻസിയാണ്. ഇതിനകത്ത് പറയുന്ന പ്രഷർ തൊട്ട് 1 വർഷം വരെയുള്ളവർക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 19 വേക്കൻസി ഉണ്ട്. ഇത് തിരുവനന്തപുരത്താണ്. 19 വേക്കൻസി ഉണ്ട്. ആൾ ഓവർ ഇന്ത്യയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. തിരുവനന്തപുരത്ത് നിങ്ങൾ പ്രഷറിന് ഇതിനകത്ത് അപ്ലൈ ചെയ്യാം. പ്രഷറിന് ഇവിടെ കാണിക്കുന്നുണ്ട്. പ്രോജക്ട് എഞ്ചിനീയർ പ്രഷർ 2 വർഷത്തെ, അതായത് 0 തൊട്ട് പ്രഷർ തൊട്ട് 2 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് 3 വേക്കൻസി ഉണ്ട്, തിരുവനന്തപുരത്തുണ്ട്.
പ്രോജക്ട് മാനേജറുടെ ഉണ്ട് 1 വർഷത്തെ എക്സ്പീരിയൻസ് മതി വേക്കൻസിയാണ് തിരുവനന്തപുരത്തുണ്ട്. പിന്നെ പ്രോജക്ട് മാനേജർ 2 വർഷത്തെ ഇത് ജമ്മുവിലാണ്. ഇത് ഇടയ്ക്ക് അറിയാതെ ഇതിനകത്ത് കയറുന്നതാണ്, നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. തിരുവനന്തപുരമാണ് ബാക്കിയെല്ലാം പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിയാൽ മതി. ഇവിടെ ഇടയ്ക്ക് പ്രസന്റ് ചെയ്യാൻ എത്രയോ വേക്കൻസി കാണിച്ച് തിരുവനന്തപുരത്ത് തന്നെ. അപ്പൊ അത് കണക്ക് തന്നെ സീനിയർ പ്രോജക്ട് എഞ്ചിനീയറിന്റെ 6 വേക്കൻസി ഉണ്ട് തിരുവനന്തപുരത്ത്. അതുപോലെ തന്നെ സീനിയർ പ്രോജക്ട് എഞ്ചിനീയറുടെ 6 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് നിങ്ങൾക്ക് 2 വേക്കൻസി ഉണ്ട് തിരുവനന്തപുരത്ത് തന്നെയാണ്. സീനിയർ പ്രോജക്ട് എഞ്ചിനീയറിന് 7 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് 1 വേക്കൻസിയാണ് തിരുവനന്തപുരത്തുണ്ട്. അപ്പൊ ഇത്രയും വേക്കൻസി ഒക്കെ വരുന്നുണ്ട്. ബാക്കിയുള്ള ഇവിടെ ടേം ആൻഡ് എൻഗേജ്മെന്റ് ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ നോക്കുക, നിങ്ങൾക്ക് ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള കാര്യം എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. എവിടെ നിങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്നുള്ള കാര്യം നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യും. നിങ്ങൾക്ക് അതൊരു കൺഫ്യൂഷൻ ആയിരിക്കും, അത് ഞാൻ പറയാം. അതിനു മുന്നേ നമ്മുടെ ഇവരെന്താണ് ഈ ടേം എൻഗേജ്മെന്റ് ഒക്കെ പറയുന്നത്? ഇത് ഇവിടെ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം ഈ മൊത്തം പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ഒരു പർട്ടിക്കുലർ പോസ്റ്റിൽ അപ്ലൈ ചെയ്യാൻ ചെല്ലുമ്പോഴത്തേക്ക് ആ പോസ്റ്റിൽ അതിന്റെ ക്വാളിഫിക്കേഷനും മറ്റുള്ള കാര്യങ്ങളും പറയും. ഇതിപ്പോൾ മൊത്തം പോസ്റ്റിന്റെ കാര്യങ്ങളാണ്. ടേംസ് ഓഫ് എൻഗേജ്മെന്റ്, ഇത് പൊസിഷൻ റിക്വയർമെന്റ് ആർ പ്യൂർലി ഓൺ കോൺട്രാക്ട് ബേസിസോ കൺസിഡറേറ്റഡ്. നിങ്ങൾ കൺസോളിഡേറ്റഡ് സാലറി ആയിരിക്കും, നിങ്ങൾക്ക് കോൺട്രാക്ട് ബേസിക്കിലുള്ള ജോലിയാണെന്ന് ഞാൻ പറഞ്ഞു. ഇനിഷ്യലി ഫോർ എ പീരീഡ് ഫോർ 3 ഇയർ, അതായത് നിങ്ങൾക്ക് 3 വർഷത്തെ കോൺട്രാക്ട് ആയിരിക്കും. ഈ ഒരു പ്രോജക്റ്റ് ഇനി എക്സ്റ്റെൻഡ് ആകുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ എക്സ്റ്റെൻഡ് ചെയ്തേ പറ്റത്തുള്ളൂ. അതല്ല അവരുടെ വേറെ പ്രോജക്റ്റിലേക്ക് നിങ്ങളെ അവിടെ ആ 3 വർഷം കഴിയുമ്പോഴത്തേക്ക് അവർ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് വേറെ ഒരു പോസ്റ്റിംഗ് തരാൻ സാധാരണ ഇവരെ പറയുന്നത്. കോൺട്രാക്ട് മേ ബി കൺസിഡേർഡ് ഫോർ എക്സ്റ്റൻഷൻ ഫോർ എ ഫർദർ പീരീഡ് ബേസ്ഡ് ഓൺ പെർഫോമൻസ് ഓഫ് ദ എംപ്ലോയി ആൻഡ് റിക്വയർമെന്റ് ആൻഡ് ഡ്യൂറേഷൻ ഓഫ് പ്രോജക്ട്. അതായത് നിങ്ങളുടെ ഈ പ്രോജക്റ്റ് തീരുകയാണെങ്കിൽ നിങ്ങൾ വേറെ ഒരു പ്രോജക്റ്റിലേക്ക് വരും. കാൻഡിഡേറ്റ് എൻഗേജ്ഡ് അണ്ടർ ദിസ് ഷാൾ ബി ഓൺ കോൺട്രാക്ട് ആൻഡ് ഷാൾ നോട്ട് എനി റൈറ്റ് ടു ക്ലെയിം ടു ഹാവ്. നിങ്ങൾ റെഗുലർ പോസ്റ്റിന്റെ കണക്കുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കൺസോളിഡേറ്റഡ് സാലറി ആണെന്ന് പറഞ്ഞ് അത് എത്ര സാലറി ആണെന്നൊക്കെ നമ്മൾ വ്യൂവിൽ പോകുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് മൊത്തമുള്ള ക്വാളിഫിക്കേഷൻ ആണ് പറയുന്നത്, അല്ല ഓരോ പർട്ടിക്കുലർ പോസ്റ്റിന്റെ അല്ല. ഫോർ ആൾ ദ പോസ്റ്റ് ഇൻഡിക്കേറ്റ് ദ കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് ക്വാളിഫൈഡ് ഫ്രം AICTE UGC അപ്രൂവ്ഡ് കോളേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് റെക്കഗ്നൈസ്ഡ്. നമ്മുടെ അപ്രൂവ്ഡ് കോളേജ് ആയിരിക്കണം. നമ്മൾ ഓൺലൈനിൽ പഠിച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്താൽ നമ്മളെ കിട്ടത്തില്ല, അത് നമുക്ക് കിട്ടത്തില്ല. അതാണ് പറയുന്നത്. നിങ്ങൾ ഇനി എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. 1, കാൻഡിഡേറ്റ് പ്രോസസിംഗ് റിലിവന്റ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ്. ആ ക്വാളിഫിക്കേഷൻ കഴിഞ്ഞുള്ള എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. ഈ സോർട്ട് ഫോർ ഒളി നീഡ് ടു അപ്ലൈ. നിങ്ങൾ ആ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് കഴിഞ്ഞ് നിങ്ങൾ ഗ്രാജുവേഷൻ എടുത്തു കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾ അപ്ലൈ ചെയ്യുക. പ്രഷറിന് ഇത് ബാധകമല്ല, അത് ഞാൻ പറഞ്ഞു കൊള്ളട്ടെ. ആപ്ലിക്കേഷൻ ബിലോങ് ടു റിസർവേഡ് കാറ്റഗറി SC ST OBCക്ക് കൺസിഡറേഷൻ ഉണ്ട്. ഫിസിക്കലി ചലഞ്ച് എക്സ് സർവീസുമാരും ഉണ്ട്. ഫിസിക്കലി അതായത് ഹാൻഡിക്കാപ്പേഡ് നിങ്ങൾക്ക് എന്തെങ്കിലും അംഗവൈകല്യമുള്ളവർക്കും എക്സ് സർവീസുമാനും നിങ്ങൾക്ക് എലിജിബിൾ. അപ്പോൾ റിലാക്സേഷൻ അക്കോർഡിംഗ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, നിങ്ങളുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നോം അനുസരിച്ചുള്ള റിലാക്സേഷൻ നിങ്ങൾക്ക് കിട്ടും. നോ ആപ്ലിക്കേഷൻ ഫീസ് ഈസ് ചാർജ്ഡ് ബൈ CDAC ഫോർ അപ്ലൈങ് ഫോർ. നിങ്ങൾ ഇതിനകത്ത് ഒരു ഫീസും കൊടുക്കണ്ട. അതുപോലെ തന്നെ ഇതിനകത്ത് ഞാൻ മൊത്തം ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾ തീർച്ചയായിട്ടും നോട്ടിഫിക്കേഷൻ വായിച്ചാൽ മതി. ഇതിനകത്ത് എക്സാമിനെ പറ്റിയും കാര്യങ്ങളൊന്നും പറയുന്നില്ല, ഇന്റർവ്യൂവിന്റെ കാര്യങ്ങളെ പറയുന്നുള്ളൂ. അപ്പൊ ഇവിടുന്ന് നമ്മൾ വരുമ്പോഴത്തേക്ക് നമ്മൾ മേലോട്ട് പോയി നമുക്ക് ഇനി എങ്ങനെ അപ്ലൈ ചെയ്യുന്നെന്ന് നോക്കാം. ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞ്. അപ്പൊ അപ്ലൈ ചെയ്യുവാനായിട്ട് നിങ്ങൾ വ്യൂ ഡീറ്റെയിൽ ആൻഡ് അപ്ലൈ എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ ഈ ഒരു കർസർ എവിടെ പോകുന്നത് കാരണം ഇവിടെ നിങ്ങൾ ചെയ്യുക. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് വരും പോസ്റ്റ് പ്രോജക്ട് അസിസ്റ്റന്റിന്റെയാണ് ഞാൻ ക്ലിക്ക് ചെയ്യുക. നമ്പർ ഓഫ് പോസ്റ്റ് 1 ലൊക്കേഷൻ തിരുവനന്തപുരമാണ്. ഏജ് നിങ്ങളുടെ 35 വയസ്സിനുള്ളിലായിരിക്കണം, 18 തൊട്ട് 30. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ്, ഡിപ്ലോമക്കാർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങളുടെ സാലറി പറയുന്നുണ്ട്. കൺസോളിഡേറ്റഡ് സാലറി പെർ മന്ത് 22,700. ഒരു ഡിപ്ലോമ പാസ്സായ ആൾക്ക് 22,700 നമ്മുടെ കേരളത്തിൽ തന്നെ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യാൻ, ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ നിങ്ങളത് തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യണം, നിങ്ങൾ ജോയിൻ ചെയ്യണം. 3 വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇത് ചെറിയ ഒരു കാര്യമല്ല. സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ്, അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ വേക്കൻസിയാണ്. അതിനകത്തുനിന്ന് നമുക്കൊരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ വളരെ വിലയുള്ളത്. വളരെ നിങ്ങൾ ഈ 3 വർഷമോ 8 വർഷമോ 10 വർഷമോ എന്നുള്ളതല്ല, നിങ്ങൾക്ക് ഇത് വളരെ വില ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അവിടെ നിന്ന് ഇവിടെ അപ്ലൈയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. അപ്ലൈ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇമെയിൽ ID കൊടുക്കണം, മൊബൈൽ നമ്പർ കൊടുക്കണം, ഗെറ്റ് OTPയിൽ പോകണം, നിങ്ങൾക്ക് OTP കിട്ടും. അതനുസരിച്ച് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം. ഇനി നമുക്ക് ഇവിടുന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇനി നോക്കാം നമ്മുടെ ബാംഗ്ലൂരിൽ ഏത് വേക്കൻസിയാണ്, അത് കണക്ക് തന്നെ ഹൈദരാബാദിൽ എന്ത് വേക്കൻസി ഉണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ
അപ്പൊ നമ്മൾ വീണ്ടും ഈ ബാംഗ്ലൂരിൽ നോക്കാനായിട്ട് ബാക്ക് ചെയ്താൽ മതി. അപ്പൊ അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ആ ലിങ്കിൽ പോയി ക്ലിക്ക് ചെയ്താൽ മതി. ബാംഗ്ലൂരിൽ തുറക്കുമ്പോൾ ബാംഗ്ലൂരിലെ വേക്കൻസി നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യണം. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ബാംഗ്ലൂർ വേക്കൻസി വരും. ഇവിടെ ഇച്ചിരി പറഞ്ഞു കഴിയുമ്പോൾ താഴെ പ്രോജക്ട് എഞ്ചിനീയറിന്റെ വേക്കൻസി ഉണ്ട്. ഇവിടെ നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ വ്യൂ ആൻഡ് ഡീറ്റെയിൽ പോയി നോക്കണം. അവിടെ നിങ്ങൾക്ക് ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. വളരെ നല്ല വേക്കൻസിയാണ്. നിങ്ങൾക്ക് ഓരോ സ്ഥലത്ത് നിങ്ങൾ നോക്കിയാൽ മതി. ഇത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇനി നമ്മളിത് ബാംഗ്ലൂരാ. നിങ്ങൾക്ക് അത് കണക്ക് തന്നെ ബാംഗ്ലൂരിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് വേക്കൻസി ഉണ്ട്. നിങ്ങൾ വിട്ടുകളയിൽ നോക്ക്. ഇവിടെ ചെന്നൈയിലായിരുന്നു പറയുന്നത്. നമ്മൾ ബാംഗ്ലൂർ കഴിഞ്ഞപ്പോൾ ഇപ്പൊ ബാംഗ്ലൂർ ഇവിടെ പറയുന്നുണ്ട്. നമ്മളത് നോക്കി. ഇനി ചെന്നൈയിൽ ഒരുപാട് വേക്കൻസി ഉണ്ട്. പക്ഷെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾ ആ വ്യൂ ആൻഡ് അപ്ലൈയിൽ പോയി നോക്കിയാൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എവിടെ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഒരുപാട് പോസ്റ്റ് ഉണ്ട്. ഇവിടെ പ്രഷറിന്റെയും പോസ്റ്റ് ഉണ്ട്, എക്സ്പീരിയൻസ് ഉള്ളവരുടെയും പോസ്റ്റ് ഉണ്ട്. ഇവിടെ ബാക്കി ടേം ആൻഡ് കണ്ടീഷനാണ് വരുന്നത്. ഇനി നമ്മൾ ബാക്കി പോയാൽ നമുക്ക് ഇവിടെ നോക്കാം. ഹൈദരാബാദിന്റെ നോക്കാം. മുകളിൽ ചെന്നൈ കഴിഞ്ഞ് നമ്മൾ ഡൽഹി പോട്ടെ. നമുക്ക് ഹൈദരാബാദിന്റെ നോക്കാനായിട്ട് ഹൈദരാബാദിന്റെ ഇവിടെ ക്ലിക്ക് ചെയ്താൽ അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ പോയി അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഹൈദരാബാദിൽ ചെയ്യുക, അല്ലെങ്കിൽ ചെന്നൈ ചെയ്യുക, ഇല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരത്ത് നിങ്ങൾക്ക് ഇത് കണക്ക് വേക്കൻസി ഇത്ര നല്ല ക്വാളിഫിക്കേഷൻ ആയിട്ട് നമ്മുടെ മാച്ച് ചെയ്യുന്ന ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് വേക്കൻസി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഉപേക്ഷ വിചാരിക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു.